ആലുവയിൽ കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജയിലിൽ മർദ്ദനം. വിയൂർ ജയിലിൽ കഴിയുന്ന അസ്ഫ കാലത്തിനാണ് മർദ്ദനമേറ്റത്. വരാന്തയിലൂടെ നടന്നു പോകുമ്പോഴാണ് സഹതടവുകാരൻ ആക്രമിച്ചത്. നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമല്ലേ എന്ന് ചോദിച്ചായിരുന്നു ആക്രമണം എന്ന് പറയുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, ഈ തടവുകാർക്ക് തമ്മിൽ ഏറ്റുമുട്ടാൻ, അങ്ങനെ ബലപ്രയോഗത്തിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഈ മർദ്ദനം പിന്നീട് എപ്പോഴാണ് പുറത്തറിഞ്ഞത്? പോലീസുകാർ ചേർന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു. അസ്ഫ കാലത്തിന് പരിക്ക് ഗുരുതരമാണോ? പരിക്ക് ഗുരുതരമല്ല, പക്ഷേ നല്ല മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജയിൽ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പും അതുപോലെ തന്നെ അസ്ഫ കലവും പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഇത് നടന്നത് 17-ാം തീയതിയാണ്. 17-ാം തീയതി വൈകുന്നേരം വരാന്തയിലൂടെ നടന്നു പോകുമ്പോഴാണ് D ബ്ലോക്കിലാണ്, വിയൂർ സെൻട്രൽ ജയിലിലെ D ബ്ലോക്കിലാണ് 2 പേരും താമസിക്കുന്നത്. അതായത് മർദ്ദനമേറ്റ അസ്ഫ കലവും അതുപോലെ തന്നെ മർദ്ദിച്ച ഈ രഹിലാലും ഇതേ സെല്ലിൽ തന്നെയാണ്, അതായത് ഇതേ ബ്ലോക്കിൽ തന്നെയാണ് ഇരുവരെയും പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിൻ്റെ വരാന്തയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അസ്ഫ കലത്തെ ഈ രഹിലാൽ തടഞ്ഞു നിർത്തുകയും, നീ കൊലപാതക കേസിലെ പ്രതിയാണല്ലേ, നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമല്ലേ, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നേരെ സ്പൂൺ ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും ഇടിക്കുകയായിരുന്നു. അങ്ങനെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, തലയിൽ മുറിവുണ്ട്, അതുപോലെ തന്നെ മുഖത്തും മുറിവേറ്റിട്ടുണ്ട്, നല്ല ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിയൂർ പോലീസ് ഇന്നലെയാണ് കേസെടുത്തിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ രഹിലാലിനെതിരെ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുവരെയും വ്യത്യസ്ത ബ്ലോക്കുകളിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇയാളെ ആശുപത്രിയിലേക്കോ മറ്റൊന്നും തന്നെ മാറ്റിയിട്ടില്ല. അത്രത്തോളം ഗുരുതരമല്ല പരിക്ക്, പക്ഷേ കാര്യമായ മർദ്ദനമേറ്റിട്ടുണ്ട്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിലെ പ്രതി അസ്ഫ കാലത്തിന് സഹതടവുകാരന്റെ മർദ്ദനം. നീ കുട്ടികളെ പീഡിപ്പിക്കുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ക്രൂരതകൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനം എന്നുള്ളതാണ് ലിഷോയ് റിപ്പോർട്ട് ചെയ്യുന്നത്.